എടാ! അർജുൻ അലറി വിളിച്ച് ഗോഡൌണിൽ കാവൽ നിർത്തിയ ഒരു ഗുണ്ടയുടെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി. നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞു ശ്രദ്ധിക്കണമെന്ന്? പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോകാമെന്നില്ലേ? ടോഷ് മക്കളെ! അർജുൻ അലറി. ഗുണ്ടകൾ തല താഴ്ത്തി നിന്നു. ഇനി അവർ അടങ്ങിയിരിക്കുമെന്ന് തോന്നുന്നില്ല അർജുൻ. ഇനിയും നിന്റെ കൂടെ നിന്നാൽ ഒരുപക്ഷെ അവൻ എൻ്റെ കഥ കഴിക്കും. അതുകൊണ്ട് വൈശാഖ് ഒരു നിമിഷം മിണ്ടാതെ നിന്നു. അതുകൊണ്ട് പറയടാ, അതുകൊണ്ട്? അർജുൻ കാറ്റുപോലെ അവന് നേരെ പാഞ്ഞു. അതുകൊണ്ട് എന്നെ ഇതിൽ നിന്നും ഒഴിവാക്കി തരണം അർജുൻ. നിന്നെ രക്ഷിക്കാൻ നിന്റെ അച്ഛനുണ്ട്, പലരുമുണ്ട്. പക്ഷെ എൻ്റെ സ്ഥിതി അതല്ല. പിന്നെ ദേവ് കേസിലെങ്ങാനും പെട്ട് രക്ഷപ്പെട്ടുവെങ്കിലും അവൻ നമ്മളെ വെച്ചേക്കില്ല. ഇപ്പോൾ അവളെ രക്ഷിച്ചു, അവളെല്ലാവരെയും അറിയിച്ചു കാണും. നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ നിന്നെ അവർ വിടുമെന്ന് തോന്നുന്നുണ്ടോ വൈശാഖ്? ഇല്ല. പക്ഷെ ഇനിയും നമ്മൾ ഒന്നിച്ചു നിന്നാൽ അത്... ഓ, നിനക്ക് ദേവിനെ പേടി കാണും, പക്ഷേ എനിക്ക് അവനെ പേടിയില്ല. നീ മാത്രമായിരുന്നു എനിക്ക് അവരിലേക്കുള്ള ഏക മാർഗം. ഇപ്പം നീയും എന്നെ ചതിച്ചു. ചതിയല്ല അർജുൻ, നീ ഒന്ന് മനസ്സിലാക്കന്നെ പ്ലീസ്. നീ പൊക്കോ വൈശാഖ്. നീ രക്ഷപ്പെടുമെങ്കിൽ നീ പോയി രക്ഷപ്പെട്. അർജുൻ വൈശാഖിനെ നോക്കാതെ പുറം തിരിഞ്ഞു നിന്നു. ഈ സമയം അവൻ്റെ കണ്ണുകളിൽ പകയെരിഞ്ഞു, ചുണ്ടിൽ ഗൂഢമായ ഒരു ചിരിയും. വൈശാഖ് അവൻ്റെ തോളിലൊന്ന് തട്ടി പുറത്തേക്ക് പോയി. ഓ, രക്ഷപ്പെട്ടു. ഇനി അവൻ്റെ കൂടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും പുറലോകം കാണാൻ പറ്റില്ലായിരുന്നു. പക്ഷേ അർജുൻ എന്നെ ഒന്നും ചെയ്യാതെ വിട്ടതെന്താ? ഇനി അവൻ്റെ മനസ്സിൽ അവൻ ഇത്ര ഹെൽപ്പ് ഞാൻ ചെയ്തതാ. പകരം ഞാൻ ചോദിച്ചത് അവളുമാരെയായിരുന്നു, സീതയും ദക്ഷയും. ഓ, സീത! അവൾ എന്തൊരഴകുള്ള പെണ്ണാണ്. അവളുടെ മാറിൽ നിന്നും ആ ഷാൾ മാറ്റിയപ്പോൾ എൻ്റെ കണ്ണുടക്കിയത് ആ മാറിന് മുകളിലെ മറുകിലായിരുന്നു. ഞാൻ എടുക്കൂ അവളെ. അതിന് എനിക്ക് അവൻ്റെ ഹെൽപ്പൊന്നും ഇനി വേണ്ട. തരം കിട്ടിയ ഞാൻ തന്നെ കൊത്തും. വശ്യമായി വൈശാഖ് ചിരിച്ച് ബൈക്കിൽ കയറി പാഞ്ഞു. വലതുകാൽ വെച്ച് കയറുമോളെ, മഹിയുടെ അമ്മ സീതയുടെ കയ്യിൽ വിളക്ക് കൊടുത്തു പറഞ്ഞു. ആ ഏട്ടത്തി, മേടിക്ക്. പൊന്നുവും ദേവും കണ്ണൊന്ന് ചിമ്മി പറഞ്ഞു. സീത വിളക്ക് കയ്യിൽ മേടിച്ച് മഹിയെ ഒന്ന് നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചു. ദേവിൻ്റെയും അപ്പുവിൻ്റെയും തോളിൽ കൈയിട്ട് നിന്നു. അവൾ വിളക്ക് പൂജാമുറിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ആദ്യമായിട്ടല്ലേ മോൾ ഇവിടേക്ക് വരുന്നത്? അതാ ഈ ചടങ്ങൊക്കെ. അമ്മ അവളുടെ നെറുകിൽ തലോടി പറഞ്ഞു. താൻ പോയി പായസം എടുത്തോണ്ട് വാടോ, മഹിയുടെ അച്ഛൻ പറഞ്ഞു. അവർ പായസം കൊണ്ടുവന്ന് രണ്ടുപേരുടെയും വായിൽ വെച്ചു കൊടുത്തു. ദേവ് പൊന്നുവിനെ ഉറ്റുനോക്കിയിരിക്കുകയായിരുന്നു. അല്ല, എന്തായി മക്കളുടെ പഠിത്തം? എക്സാം 2 ദിവസം കഴിഞ്ഞ് തുടങ്ങില്ലേ? മഹി ചോദിച്ചു. കഴിഞ്ഞു ഏട്ടാ, ഏതാണ്ട് എല്ലാം പഠിച്ചു കഴിഞ്ഞു, പൊന്നു പറഞ്ഞു. എന്നാൽ നിങ്ങൾക്ക് കൊള്ളാം, ദേവ് പറഞ്ഞു. ഓ, പൊന്നു മുഖം കോട്ടി. ദേവ് ചിരിച്ച് അപ്പുവിനോടും മഹിയോടും സംസാരിച്ചിരുന്നു. പൊന്നുവും ദേവും സീതയ്ക്ക് വേണ്ടി ഒരുക്കിയ മുറിയിലേക്ക് അവളെ കൊണ്ടുപോയി. മോനെ, നമുക്ക് നിന്റെ വിവാഹം ഒന്ന് രജിസ്റ്റർ ചെയ്യണം. പിന്നെ വേറെ ടെൻഷനൊന്നുമില്ലല്ലോ, അച്ഛൻ പറഞ്ഞു. ശരിയാ മഹി, രജിസ്റ്റർ ചെയ്തിടാം, ദേവ് പറഞ്ഞതിനോട് അപ്പുവും ശരിവെച്ചു. അത് നല്ലതാ. അപ്പോൾ ആ കുട്ടിക്ക് ഇവിടെ അന്യമായി തോന്നുകയുമില്ല, അമ്മ പറഞ്ഞു. അപ്പോഴേക്കും ദേവും പൊന്നുവും വന്നു. അവർ കൂടി നിർബന്ധം പിടിച്ചപ്പോൾ മഹി സമ്മതിച്ചു. എന്നാൽ നീ പോയി അവളോട് സംസാരിക്കാൻ നോക്കും മോനെ. അവൾ ആകെ പകച്ചു പോയിട്ടുണ്ട്. ചെല്ല്, മക്കളും കൂടി ചെല്ല്. അമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാവരും മുകളിലേക്ക് പോയി. മഹി സീതയുടെ മുറിയിലേക്കാണ് പോയത്. എന്താടി? അല്ല, എന്താ ഇവിടെയെന്ന്? താഴെ നമ്മുടെ കല്യാണക്കാരും തീരുമാനമായി. അവൾ ആകെ പകച്ചു പോയിട്ടുണ്ട്. ചെല്ല്, മക്കളും കൂടി ചെല്ല്. അമ്മ പറഞ്ഞതനുസരിച്ച് എല്ലാവരും മുകളിലേക്ക് പോയി. മഹി സീതയുടെ മുറിയിലേക്കാണ് പോയത്. എന്താടി? അല്ല, എന്താ ഇവിടെയെന്ന്? താഴെ നമ്മുടെ കല്യാണക്കാരും തീരുമാനമായി. നീ അമ്മയെ വിളിച്ച് സംസാരിക്കേണ്ട. ആ പാവത്തിന് വിഷമമാകുകയുള്ളൂ. മാര്യേജ് കഴിഞ്ഞ് നമുക്ക് പോയി കാണാം കേട്ടോ. അവളൊന്ന് മൂളി. അവൻ അവളെ പിടിച്ച് കട്ടിലിരുത്തി. അവനും ഇരുന്നു. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം പൊഴുത്തി വെച്ച് കിടന്നു. അവൻ അവളുടെ മുടി തലോടി. അവൾ അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. അതേസമയം മുകളിലെ മുറിയിലെ വാഷ്റൂമിൽ പോയതാണ് പൊന്നു. മുഖമൊന്ന് കഴുകി അടുത്ത് കിടന്നിരുന്ന ടവലെടുത്ത് മുഖമൊന്നൊപ്പി. പെട്ടെന്ന് അവളുടെ ഇടുപ്പിൽ ബലിഷ്ഠമായ കൈകൾ മുറുകി. അത് പരിചയമുള്ളവയായതുകൊണ്ട് ആദ്യമൊന്ന് കുതറിയെങ്കിലും പിന്നെ അടങ്ങി നിന്നു.
അവൻ അവളെ പിടിച്ച് തിരിച്ചു നിർത്തി. എന്താ? എന്ത്? അല്ല, എന്താ ഒരു കള്ളലക്ഷണം? അവൻ അവളെ നോക്കിയൊന്ന് ചുണ്ട് തേമി. പ്ലീസ് എന്ന് കണ്ണുകൊണ്ട് കാണിച്ചു. അയ്യടാ, മാറിക്കേ. അവൻ ഇല്ല എന്ന് തലയാട്ടി അവളെ പൊക്കിയെടുത്ത് മുറിയിലെ ബെഡിൽ കിടത്തി അവളുടെ മുകളിലേക്ക് കയറിക്കിടന്ന് 2 കൈകൊണ്ടും ലോക്ക് ചെയ്തു. ദേവേട്ടാ, ആരെങ്കിലും കാണും കേട്ടോ. കണ്ടോട്ടെ, എനിക്കെന്താ? ഞാൻ റൂമിൽ കയറി ലോക്ക് ചെയ്തിട്ടാ കിടക്കുന്നേ. എന്നിട്ടും ഒന്നും കാണാൻ ആർക്കാ ധൈര്യം? അയ്യേ, മാറിക്കേ അങ്ങട്. അവൻ അവളെ ഒന്നുകൂടി മുറുക്കി പിടിച്ച് അവളുടെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവൾ അനുസരണയോടെ കിടന്നു. ഒരുപക്ഷെ അവളും അത് ആഗ്രഹിച്ചിരിക്കാം. അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കി. കണ്ണുകൾ അടച്ചു കിടക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് വാത്സല്യം തോന്നി. അനക്കമില്ലാതെയായപ്പോൾ അവൾ കണ്ണു തുറന്നു. അവൻ അവളെ തന്നെ നോക്കിക്കിടക്കുകയായിരുന്നു. അവൾ പെട്ടെന്ന് അവനെ തട്ടിമാറ്റി. പെട്ടെന്നുണ്ടായ നീക്കമായിരുന്നുകൊണ്ട് ദേവ് അവളുടെ ദേഹത്തു നിന്ന് നീങ്ങി ബെഡിൽ വീണു. അവൾ ഓടി വാതിലിൻ്റെ അടുത്ത് നിന്ന് കൊഞ്ഞനം കുത്തിയിട്ട് പോയി. ദേവ് ചിരിയോടെ അവൾ പോയ വഴിയെ നോക്കി. എഴുന്നേറ്റ് പുറത്തേക്ക് വന്നപ്പോൾ പൊന്നു പകച്ച പണ്ടാരം അടങ്ങി നിൽക്കുന്നു. ദേവ് അവൾ നോക്കുന്ന ഇടത്തേക്ക് കണ്ണു പായിച്ചു. അവനും മിഴിച്ചു നിന്നു. ഇപ്പുറത്തെ റൂമിൽ ബെഡിൽ താഴെയായി അപ്പൂ, മുകളിൽ അവൻ്റെ ചുണ്ടുകളെ ആഞ്ഞു ചുംബിച്ചുകൊണ്ട് ദേവുവും. പെട്ടെന്ന് കണ്ടാൽ ദേവു അപ്പുവിനെ പീഡിപ്പിക്കുന്ന പോലെ തോന്നും. കൈകൾ അവളുടെ ഇടുപ്പിൽ വലിഞ്ഞു മുറുകുന്നുണ്ട്. കണ്ടു പഠിക്കടി, ദേവ് പൊന്നുവിനെ നോക്കി പറഞ്ഞു. അയ്യടാ, നിങ്ങളുടെയല്ലേ പെങ്ങള്. അവൾ അതും പറഞ്ഞ് നാക്കും കാണിച്ച് ഓടി. ദേവ് ഒന്ന് ചിരിച്ചു. ഇപ്പോഴും ഇവിടെ 2 ആളുകളും ഇതൊരയാതെ ചുംബന മത്സരമായിരുന്നു. ദേവ് ഒന്ന് ചുമച്ച് നടന്നകന്നു. ശബ്ദം കേട്ടതും ദേവു അവനിൽ നിന്നും വിട്ടുമാറി ചുറ്റും നോക്കി. അപ്പോഴാണ് ഡോർ തുറന്നു കിടക്കുന്നത് അവൾ കണ്ടത്. ഒരു ചിരിയോടെ അവൾ അവനിൽ നിന്നും അകന്നു മാറി. മുടിയൊക്കെ ഒതുക്കി ഷർട്ടിൻ്റെ പ്രസ് ബട്ടൺ ഇട്ട് താഴെ കൂടി.